പുറത്ത് നല്ല വെയിലായതുകൊണ്ട് പുറത്തോട്ടൊന്നും ഇറങ്ങാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഉച്ചയാകാനായപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ഒരു ഇത്തിരി അവിയലുണ്ടാക്കിയാലോ എന്ന്. ഒരുപാട് കഷ്ണങ്ങളൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒരു മൺചട്ടി വെച്ച് അതിനകത്ത് കുറച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ. ഒരു 3-4 ടീസ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ടാവും. അതിനകത്തേക്ക് ഞാൻ ക്യാരറ്റ് ഇതേപോലെ അരിഞ്ഞതും ഉരുളക്കിഴങ്ങും കായും പിന്നെ മുരിങ്ങക്കോലും ഇതെല്ലാം കൂടി ഇട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. ചില സ്ഥലത്ത് ആരും എനിക്ക് തോന്നുന്നില്ല ഉരുളക്കിഴങ്ങ് ഇടുമെന്ന് അവിയലിൽ. എനിക്ക് എന്താണെന്ന് അറിയില്ല, ഉരുളക്കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ് അവിയലിലിടുന്നത്. അതുകൊണ്ട് ഞാനിടും കേട്ടോ. ഇതെല്ലാം കൂടി ഈ എണ്ണയിലിട്ടിട്ട് അതിനകത്തേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു ഇത്തിരി മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നമുക്ക് നന്നായി വേവിക്കാൻ വെക്കാം. നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ. കാരണം ഇത് എപ്പോഴാണ് അടുക്കി പിടിക്കുന്നത് പറയാൻ പറ്റില്ല. കാരണം വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ, ഇതിനകത്തേക്ക് വെള്ളം ഉപയോഗിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് ഇതൊക്കെ പെട്ടെന്ന് വേവുന്ന പച്ചക്കറിയാണല്ലോ, അത് കാരണം അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇളകി കൊടുത്തില്ലെങ്കിൽ അടുക്കി പിടിക്കും. ഇനി നമുക്ക് നന്നായിട്ട് മൂടി വെച്ച് വേവിക്കാം. ചെറിയ തീയിലാണ് കേട്ടോ വെച്ചേക്കുന്നത്. ഇതാ ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് ഇതിങ്ങനെ വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇളക്കി കൊടുത്തു. ക്യാരറ്റ് ഒന്നുകൂടി വേവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്നുകൂടി അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടി നമുക്ക് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തുറന്ന് നോക്കുമ്പോൾ നല്ല മണം വരും കേട്ടോ. അത് ഈ കറിവേപ്പിലൊക്കെ ഇട്ടതിൻ്റെ ഒരു നല്ല സ്മെല്ലാണ്. പിന്നെ നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണയിൽ മാത്രമാണല്ലോ അതിങ്ങനെ വേവിച്ചെടുത്തേക്കുന്നത്. അതുകൊണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് അരപ്പിടാൻ പോകുന്നത്. അരപ്പ് ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അരപ്പെന്ന് പറഞ്ഞാൽ ഒന്ന് ഒതുക്കി എടുത്തിട്ടുള്ളൂ കേട്ടോ. തേങ്ങ, പച്ചമുളക്, ഇത്തിരി കറിവേപ്പിലയും ജീരകവും കൂടി ഇട്ടിട്ട് ഞാൻ ഒന്ന് ഒതുക്കി എടുത്തിട്ടുള്ളൂ. അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി നമുക്കൊന്നുകൂടി ആ തേങ്ങയുടെ പച്ചമണമൊക്കെ പോകാൻ വേണ്ടി ഒന്നുകൂടി ഒന്ന് അടച്ച് വെച്ച് ആവിയേറ്റാം. ഞാൻ എൻ്റെ കയ്യിൽ ഉള്ളത് വെച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് തൈര് കൂടി ആഡ് ചെയ്യണം കേട്ടോ. തൈര് നല്ല പുളിയില്ല അതിന്, അതുകൊണ്ട് ഞാൻ കുറച്ചധികം തൈര് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കൊരിത്തിരി കറിവേപ്പില വെറുതെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി അങ്ങനെ വെച്ചാൽ മതി. അത് കഴിഞ്ഞ് ഉപ്പൊക്കെ നോക്കണം കേട്ടോ. ഉപ്പ് പാകമില്ലെങ്കിൽ കുറച്ചുകൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഇളക്കിയിട്ട് നന്നായി മൂടി വെച്ചാൽ അടിപൊളി അവിയൽ കിട്ടും കേട്ടോ. ഇനി നമുക്ക് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടി വിളമ്പാം. ഇത് വലിയ റെസിപ്പിയൊന്നും അല്ല കേട്ടോ. ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. എന്നാൽ ഇച്ചിരി പച്ചക്കറിയൊക്കെ ഉണ്ടെങ്കിൽ വേഗം നമുക്കൊരു അവിയൽ കൂട്ടണം എന്ന് തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ.